മണ്ഡലം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം വിഷമമുണ്ടായിരുന്നു. That's why I think he's also very happy that his sister has come here. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുജത്തി സഹോദരി ഇവിടെ വന്നതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന അദ്ദേഹത്തിന് അത്ര വിഷമമുണ്ടായിരുന്നു. Because I think he wanted somebody to be here who understood your love and your respect in the same way as he does. കാരണം അദ്ദേഹം എങ്ങനെയാണോ നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കിയത് അതേപോലെ നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കുന്ന ഒരാള് അദ്ദേഹത്തിന് ഇവിടെ വേണമെന്നുണ്ടായിരുന്നു. He has so much gratitude for you in his heart that I am sure he wanted me to stand for election from here because he knows that I share that same sense of gratitude towards you. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുപോലെ നിങ്ങളോട് കടപ്പാടുള്ള ഒരാൾ ഇവിടെ നിന്ന് ഇലക്ഷൻ നിൽക്കണമെന്ന് തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണത്തിന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് എത്രമാത്രം നന്ദിയും കടപ്പാടുമുണ്ട്. അതേ കടപ്പാടും നന്ദിയും എന്റെ ഹൃദയത്തിലും നിങ്ങളോടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. You stood by my brother at a time which was very, very difficult for him. എന്റെ സഹോദരന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. He was fighting almost alone. അദ്ദേഹം തനിയായിരുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞ തനിയായിരുന്നു അദ്ദേഹം അന്ന് പോരാടിക്കൊണ്ടിരുന്നത്. Against the forces that are trying to destroy our constitution and trying to destroy the values that our country was built on. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ, ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്ത മൂല്യങ്ങളെ നശിപ്പിക്കുന്ന ശക്തികൾക്കെതിരെയാണ് അദ്ദേഹം തനിയെ പോരാടിക്കൊണ്ടിരുന്നത്. A huge campaign has been launched against him to tarnish his reputation. All sorts of lies were spread about him. Lots of money, lots of resources were put into his campaign. അദ്ദേഹത്തിന്റെ സത്കീർത്തി, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രചരണം തന്നെ ഇവിടെ നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ പറ്റി ഒരുപാട് നുണകൾ പറഞ്ഞു പരത്തി. അതിനുവേണ്ടി ഒരുപാട് പൈസയും ഒരുപാട് വിഭവങ്ങളും അവർ ഉപയോഗിച്ചു. Many people believe these lies. പല ആളുകളും അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പരത്തിയ നുണകൾ വിശ്വസിച്ചു. Many people turned their backs on him. പലരും അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നു. So when he came here and fought the election from here, and you gave him not just your support but your love and encouragement. എന്റെ സഹോദരൻ ഇവിടെ വന്ന് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ മാത്രമല്ല നൽകിയത്, നിങ്ങൾ അദ്ദേഹത്തിന് സ്നേഹം നൽകി, അദ്ദേഹത്തിന് കരുത്ത് നൽകി. ഇവിടുത്തെ ജനങ്ങൾ You gave him the strength and courage that a leader needs to keep fighting no matter what kind of forces are ahead of him. ഒരാൾക്കെതിരെ എന്തൊക്കെ ശക്തികൾ ഉണ്ടായാലും പതറാതെ മുന്നോട്ട് പോരാടിക്കൊണ്ട് മുൻപോട്ട് പോകാനുള്ള ധൈര്യമാണ് ഒരു നേതാവിന് നിങ്ങൾ നൽകിയത്. You gave him the courage to walk from Kanyakumari to Kashmir 4,000 kilometers in the name of unity, in the name of peace. സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാൻ വേണ്ട ധൈര്യം അദ്ദേഹത്തിന് നൽകിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. You gave him the courage to go to Manipur where all sorts of destruction had been waged on the people, to go there and to start another journey from there to Mumbai again in the name of unity, in the name of love, in the name of peace and justice. ഐക്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി മറ്റൊരു യാത്ര. അവിടുത്തെ ജനങ്ങളെ എല്ലാ വിധത്തിലും അവരുടെ മേൽ എല്ലാ നാശവും സംഭവിച്ചുകൊണ്ടിരുന്ന മണിപ്പൂരിൽ നിന്ന് മറ്റൊരു യാത്ര ഈ രാജ്യത്ത് നടത്താനുള്ള ധൈര്യവും ശക്തിയും അദ്ദേഹത്തിന് നൽകിയതും നിങ്ങളാണ്. I remember in one of his speeches over here he said, in every step that he walked, the people of Wayanad were walking with him. ഞാൻ ഇവിടെ തന്നെ നടത്തിയ ഒരു പ്രസംഗത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം എന്റെ സഹോദരൻ വെച്ച ഓരോ ചുവടിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം ചുവടുകൾ വെച്ചു എന്ന് ഞാൻ പറയുകയാണ്. And so I am deeply grateful to you for what you did for my brother. എന്റെ സഹോദരന് വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്തത് അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയും കടപ്പാടുമുള്ളതാണ്. But I am also very, very proud of you, my sisters and brothers. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അത് മാത്രമല്ല എനിക്ക് നിങ്ങളെ കുറിച്ച് വളരെയധികം അഭിമാനവുമുണ്ട്. You have a rich history of fighting for what is right. Freedom fighters from Eranad fought for the freedom of India.
നിങ്ങൾക്ക് എന്താണോ ശരി അതിനു വേണ്ടി പോരാടിയ ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. You recognize the right kind of politics, you recognize the truth and you support it. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം, സത്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെയും സത്യത്തെയും നിങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. More than anything else, wherever I go in Wayanad, I see the spirit of brotherhood and togetherness. അത് മാത്രമല്ല, ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ സാഹോദര്യം, നിങ്ങളുടെ ഒത്തൊരുമ എനിക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. I see mosques, I see temples, I see churches coexisting peacefully. ഞാനിവിടെ മോസ്കുകൾ കാണുന്നു, അമ്പലങ്ങൾ കാണുന്നു, പള്ളികൾ കാണുന്നു. ഇതെല്ലാം സഹവർത്തിത്വത്തോടു കൂടി നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ ഈ പ്രദേശത്ത് കാണുന്നുണ്ട്. Hindus, Muslims, Christians who have defied every kind of propaganda of the BJP to divide them and separate them, who stand together today when our country is being divided, who have been untouched by the kind of division spread by the politics of the BJP. ബിജെപിയുടെ രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിൽ പരത്തുന്ന വിഭാഗീയത ഒട്ടും സ്പർശിക്കാതെ അവർ പരത്തുന്ന വിദ്വേഷത്തിനും ദേശത്തെയും എല്ലാം എതിർത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. My sisters and brothers stand for everything that is beautiful and everything that is true about our country. എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ രാജ്യത്ത് മനോഹരമായത് എന്തൊക്കെയാണോ, ഈ രാജ്യത്ത് സത്യമായത് എന്തൊക്കെയാണോ അതിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും. You have everything, natural beauty. I have never seen such beautiful forests, such beautiful hills as there are here. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. എന്ത് മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ മനോഹരമായ വനങ്ങളും കുന്നുകളും ഇത്രയും സൗന്ദര്യമുള്ള പ്രദേശങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. You have beauty of the spirit. അത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആന്തരിക ചൈതന്യത്തിന്റെ സൗന്ദര്യവും നിങ്ങൾക്കുണ്ട്. And you have so much potential. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളും ഇവിടെയുണ്ട്. I felt sad today in the morning. I went to meet some farmers. They were growing coffee, pepper, banana, cinnamon, ginger. കാപ്പിയും കുരുമുളകും വാഴകൃഷിയും അതുപോലെ തന്നെ കറുവപ്പട്ടയും ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷക കുടുംബത്തെ ഞാൻ രാവിലെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. A beautiful family where all the brothers were farming. ഒരു മനോഹരമായ കുടുംബമാണ്. അവിടുത്തെ എല്ലാ സഹോദരന്മാരും കൃഷി ചെയ്യുന്നവരാണ്. One of them had 3 beautiful daughters. അതിൽ ഒരാൾക്ക് 3 മനോഹരങ്ങളായ സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. Each one studying, one had a good job, the other 2 were studying. ഒരാൾക്ക് ജോലിയുണ്ട്, മറ്റു 2 പെൺകുട്ടികൾ പഠിക്കുകയാണ്. But I felt sad because when I asked them, brothers, what do you see for yourselves in the future? എനിക്ക് വിഷമം വന്നത് എപ്പോഴാണെന്ന് അറിയാവോ? ഞാൻ അവരോട് ചോദിച്ചു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ഭാവിയെ കുറിച്ച് നിങ്ങൾ എന്താ കാണുന്നത്? One of them said, I have a debt of 8 lakh rupees. ഒരാൾ എന്നോട് പറയാ, എനിക്ക് 8 ലക്ഷം രൂപ കടമുണ്ട്. But it's okay. Maybe next year I'll be able to get a better crop and repay it. പക്ഷെ ഇത് സാരമില്ല, ഒരു പക്ഷെ ചിലപ്പോൾ അടുത്ത വർഷം എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്. He showed great courage and dignity with that answer. ആ ഉത്തരത്തിലൂടെ അദ്ദേഹം ഒരുപാട് ധൈര്യവും അന്തസ്സുമാണ് ആ ഉത്തരത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നത്. And the other one said, what future? മറ്റേ ആള് പറഞ്ഞു, എന്ത് ഭാവിയാണ് ഞങ്ങൾക്കുള്ളത്? I am trying to sell my land now. I want to move somewhere closer to the road. എന്റെ ഭൂമിയൊക്കെ വിറ്റിട്ട്, ഇവിടെ എന്റെ ഭൂമി വിറ്റിട്ട് എനിക്ക് റോഡിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി താമസിക്കണമെന്ന് രണ്ടാമത്തെ ആള് പറഞ്ഞത്. They told me they are not getting the right price for their crops. അവരെന്നോട് പറഞ്ഞത് അവരുണ്ടാക്കുന്ന വിളകൾക്ക് കൃത്യമായ വില, ന്യായമായ വില അവർക്ക് കിട്ടുന്നില്ലെന്നാണ്. They pay 300 rupees insurance for 1 banana tree. ഒരു വാഴയ്ക്ക് അവര് 300 രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. But if there is something goes wrong, they don't get any compensation. പക്ഷെ എന്തെങ്കിലും ഒരു തെറ്റുപറ്റി അബദ്ധം പറ്റി വിളകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. There is so much rain that often crops get destroyed. ഇവിടെ ഒരുപാട് മഴയുണ്ട്, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മിക്കവാറും നിങ്ങൾക്ക് വിളനാശം സംഭവിക്കും. And without the right kind of support and no compensation for the destroyed crop, it becomes difficult
difficult to move forward. നിങ്ങൾക്ക് കൃത്യമായ ഒരു പിന്തുണ കിട്ടാത്തത് കൊണ്ട്, നിങ്ങളുടെ വിളകൾ നശിക്കുമ്പോൾ നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ട് കർഷകർക്ക് മുമ്പോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാവുന്നു. They were shocked when I told them that 16 lakh crore rupees of loans had been waived for the biggest businessmen in this country. ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ കടങ്ങളാണ് എഴുതി തള്ളിയതെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ശരിക്കും അവർ But with the BJP in power, not a penny of loans are waived for the farmers. ബിജെപി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി 1 രൂപയുടെ കടം പോലും എഴുതി തള്ളാറില്ല. I met some Manrega workers. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കുറച്ചു പേരെ കണ്ടു. They told me that they get 346 rupees a day. അവരെന്നോട് പറഞ്ഞത് അവർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 346 രൂപയാണ്. Hardly any jobs coming from Manrega. ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവർക്ക് കിട്ടുന്ന തൊഴിൽ തന്നെ തുച്ഛമാണ്, കുറവാണ്. They have difficulty accessing healthcare and good education. നല്ല ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നതിൽ, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. Here I see Suraya Bakery, Milma, National Gulf Bazaar, Muttu, Sri Lanka, and Paris Bakery. ഞാനിവിടെ സുരയ്യ ബേക്കറി, മിൽമ, നാഷണൽ പാരീസ് ബേക്കറി ഇതൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. These are the small and medium businesses that kept our country going. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുൻപോട്ട് കൊണ്ടുപോയ ചെറിയ ഇടത്തരം ബിസിനസ്സുകളെ, വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. Today they are being crushed by GST, by the demonetization when it happened. They were the biggest sufferers. നോട്ട് നിരോധനം, അതുപോലെ ചരക്ക് സേവന നികുതി, ഇതുപോലെയുള്ള നയങ്ങളിലൂടെ ഇന്ന് ഇവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണ് അതിലൂടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. I met their representatives who told me that now there is GST even on rent. ഇവരുടെ പ്രതിനിധികൾ, ഈ ചെറിയ വ്യാപാരികളുടെ പ്രതിനിധികളെ ഞാൻ കണ്ടു. അവർ പറയുന്നത് ഇപ്പൊ വാടക കൊടുക്കുന്നതിൽ കൂടെ അവർക്ക് GST കൊടുക്കണം എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. They asked me how are we going to earn anything. അവരെന്നോട് ചോദിക്കുക, ഞങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും സമ്പാദിക്കുക, എങ്ങനെയാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും പൈസ കിട്ടുക എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. I meet my sisters everywhere. They tell me prices have risen so much that it's become difficult for them to carry on. ഞാൻ എന്റെ സഹോദരിമാരെ കാണും, എവിടെ കാണുമ്പോൾ അവർ പറയുന്ന സാധനങ്ങളുടെ വില ഇത്രയും കൂടിയിട്ടുണ്ട്, അവർക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. Your difficulties are only increasing. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. For you here, it's difficult to get employment because the policies of the BJP government have become so difficult for common people. You educate your children, but they still cannot get good jobs. ഇവിടെ നിങ്ങൾക്ക് തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ബിജെപിയുടെ നയങ്ങൾ ഒരിക്കലും തൊഴിൽ സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവർ വിദ്യാസമ്പന്നരാണ്, പക്ഷെ അവർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യമില്ല. Many people migrate and go away. ഒരുപാട് പേര് ഇത് കാരണം മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തി പോവുകയാണ്. When they return, they don't get any support and rehabilitation services. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയവർ തിരിച്ചു വരുമോ, പ്രവാസികൾ തിരിച്ചു വരുമോ, അവർക്ക് ഒരു പിന്തുണയും പുനരധിവാസത്തിനുള്ള ഒരു സൗകര്യവും ഇവിടെ കിട്ടുന്നില്ല. For them to come and go from here is difficult. The airfares are very high. Flights aren't that many. ഇവിടെ വിമാനയാത്ര കൂലി ഒരുപാട് കൂടുതലാണ്, അതുപോലെ പോകാൻ വിമാന സൗകര്യം കുറവാണ്. അതുകൊണ്ട് യാത്ര ചെയ്യാൻ ഈ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. You have so many talented children who are training for sports like soccer. ഫുട്ബോളിന് പരിശീലനം നടത്തുന്നത് പോലെയുള്ള ഒരുപാട് കഴിവുള്ള കുട്ടികൾ നിങ്ങളുടെ ഈ നാട്ടിലുണ്ട്. And yet they don't get the facilities that they should be getting. അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, ഇത്രയും കഴിവുള്ള ഈ കുട്ടികൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. Better stadiums, better coaching facilities, better camps that they can attend. അവർക്ക് മികച്ച സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം, മികച്ച പരിശീലന സൗകര്യങ്ങൾ ഉണ്ടാവണം, അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന മികച്ച ക്യാമ്പുകൾ ഉണ്ടാവണം. And all this is possible. ഇതെല്ലാം സാധ്യമാണ് നമുക്ക്. Your difficulties, even the night ban on the road, due to which you cannot travel if there is an emergency. If somebody is sick, he's stuck in traffic, he cannot travel, or there is a road, there is the ban which doesn't allow him to go after 9 o'clock at night. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് രാത്രി യാത്രാ നിരോധനം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖമുണ്ട്, നിങ്ങൾക്ക് രാത്രി 9 മണി കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. These are all things that my brother has been fighting for. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Fighting to get healthcare services to you. നിങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം
പ്രയത്നിച്ചു. Fighting to improve your local health centers. നിങ്ങളുടെ പ്രാഥമിക പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. And to bring about change here so that your futures can improve. ഇവിടെ മാറ്റം കൊണ്ടുവരാൻ, നിങ്ങളുടെ ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു. These are all your rights. ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അവകാശങ്ങളാണ്. You deserve good health care. നിങ്ങൾ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. You deserve good educational institutions. നിങ്ങൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. These are not favors that any government is doing for you. ഇതൊന്നും നിങ്ങൾക്ക് ഓരോ ഗവൺമെന്റും ചെയ്തു തരേണ്ട ഔദാര്യങ്ങളല്ല. These are not things that you should be begging for and fighting for. നിങ്ങൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പോരാടേണ്ട കാര്യങ്ങളല്ല ഈ പറഞ്ഞ ഒരു കാര്യവും. This is your due. ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. But as long as there is the politics of the BJP in this country, പക്ഷേ എത്ര കാലം ഇവിടെ ബിജെപിയുടെ രാഷ്ട്രീയം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവോ, which spreads fear and divides you in order to stay in power, അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഭയം പരത്തി നിങ്ങളെ വിഭജിക്കുന്ന ബിജെപിയുടെ രാഷ്ട്രീയം ഈ കാലത്ത് എത്ര കാലം ഈ രാജ്യത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ, a politics that ignores your needs, your struggles, your requirements, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനെല്ലാം അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുമ്പോൾ, as long as they are there, these problems will persist. ഇവർ എത്ര നാൾ അധികാരത്തിൽ നിലനിൽക്കുന്നുവോ, എത്ര കാലം ഇവരിവിടെ നിലനിൽക്കുന്നുവോ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. So I urge you to stand for what is right again. അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, എന്താണോ ശരി അതിനു വേണ്ടി നിലനിൽക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Vote for a politics of honesty, of loyalty, of service that recognize that it is you who have the power. It is you who put us on this stage. It is you who makes us capable of being leaders. സത്യസന്ധതയുടെ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ ഒരു രാഷ്ട്രീയം ഇവിടെ ഞങ്ങൾ വേദിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വേദിയിൽ നിൽക്കാൻ കാരണക്കാരായത് ഈ രാജ്യത്തെ ജനങ്ങളാണെന്ന് തിരിച്ചറിയുന്ന സത്യസന്ധമായ യഥാർത്ഥമായ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Serving you and representing you in parliament will be a great honor for me. നിങ്ങളെ സേവിക്കുക എന്നത്, നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധാനം ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. You have already given me more than I could ever ask for. എനിക്ക് ചോദിക്കാവുന്നതിനപ്പുറം, നിങ്ങൾ എനിക്ക് നൽകാവുന്നതിനപ്പുറം ഇപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. This love that you have shown me, that has touched my heart, will never leave me. നിങ്ങൾ എന്നോട് കാണിച്ച ഒരു സ്നേഹം അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തെ സ്പർശിച്ച ആ സ്നേഹം ഒരിക്കലും എന്നിൽ നിന്നും പോകില്ല. So give me the opportunity to give something back to you. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു നൽകാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. To work hard for you. നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള, serve you, നിങ്ങളെ സേവിക്കാനുള്ള, and to fight for you and fight for your rights. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു അവസരം. I am a good fighter. ഞാൻ നല്ലൊരു പോരാളിയാണ്. I always joke that my brother and my husband both will tell you I am a good fighter. ഞാൻ എപ്പോഴും തമാശ പറയും, എന്റെ സഹോദരനും എന്റെ ഹസ്ബൻഡും ഭർത്താവും നിങ്ങളോട് പറയും ഞാൻ നല്ലൊരു പോരാളിയാണെന്ന് അവർ പറയും. I don't back down. ഞാൻ പിറകോട്ട് പോകുന്ന ആളല്ല. So give me the chance to fight for you and I will not disappoint you. നിങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു അവസരം തരൂ, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. And now I trouble you with this pouring rain. Please go home and dry up. ഞാൻ ഈ മഴയത്ത് നിങ്ങളെ ഒരുപാട് ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി മഴ വെള്ളമൊക്കെ മാറ്റി നിങ്ങൾ ഉണക്കി റെഡിയാവാം. Especially the little children. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. And thank you very, very much for listening to me and standing here and pouring with rain. ഇത്രയും മഴ പെയ്യാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കേട്ടതിന് നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. I will come back and meet as many of you as possible and come to your home. I will discuss with you your issues and we will fight together for them. ഞാൻ തിരിച്ചു വരും, എത്രയും വേഗം ഞാൻ തിരിച്ചു വരാം. നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പോരാടും. നന്ദി.